ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരുടേതായ ലോകത്തായിരുന്നു. അച്ഛനെ പടക്കം മേടിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അത് ദിലീഷേട്ടൻ വരണം നോക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു നേരമായപ്പോൾ ദിലീഷേട്ടൻ വന്നു. അപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന പടക്കം കൊണ്ട് ഓടി ചെന്നിട്ട് അടുത്തേക്ക് അതേപോലെ തന്നെ ഓടിയെത്തിയിട്ടാ. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് കാണിച്ചിരുന്നു. എന്നിട്ട് അപ്പോൾ എണ്ണി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അത് വേണം ഇത് വേണം എന്നൊക്കെ. അപ്പോൾ ദിലീഷേട്ടൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുവിധം സാധനങ്ങളൊക്കെ. ഇവർ പറഞ്ഞോർത്തൊക്കെ ദിലീഷേട്ടന് മനസ്സിലായെന്നറിയില്ല. നഗരയുടെ ആഭരണം ഉണ്ടോ എന്ന് നോക്കണ പോലെ എല്ലാ സാധനങ്ങളും എണ്ണി നോക്കുന്നുണ്ട്. അതുണ്ടോ ഇതുണ്ടോ മുളിപ്പൂണ്ടോ മത്താപ്പുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഞാലക്കുടക്കാർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. പടക്കം മേടിക്കുന്നത് നമ്മൾ ചെമ്മൻ്റെ അവിടെ തന്നെയായിരുന്നു. ഉച്ചയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർക്ക് ഈവനിങ് ഇറങ്ങി നമുക്ക് കണിക്കൊന്ന പൂവ് കിട്ടണമല്ലോ. അങ്ങനെ നമ്മൾ 100 രൂപയുടെ ഒരു പൂവ് മേടിച്ചിട്ട് അപ്പോൾ നമുക്ക് എടുത്ത് തന്നെ 100 രൂപയുടെ പൂവുണ്ട്. 50 രൂപയായിരുന്നു കെട്ടിട്ട് നല്ല അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വേറെ ടീമും ഉണ്ടായിരുന്നു കേട്ടോ കൊന്നപ്പൂ വിൽക്കുന്നത്. വൈകുന്നേരം നമ്മുടെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളവിടെ വിളക്ക് കത്തിച്ച് തുടങ്ങിയിട്ട് നമ്മുടെ പരിപാടി മേടിച്ച് വന്ന സാധനങ്ങളൊക്കെ കത്തിച്ച് കളയണ്ടേ. അങ്ങനെ അച്ഛനും മക്കളും കൂടി അറുത്തിട്ട് കത്തിക്കുന്നതായിരുന്നു കേട്ടോ. നാളത്തെ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ നമുക്ക് വിഷയമായിട്ട് ദിലീഷേട്ടൻ്റെ ചേട്ടനനിമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുമിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം തറവാട്ടിലെല്ലാം കൂടി ഒരുമിച്ചാണ് കൂടുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം കേട്ടോ. അപ്പോൾ കത്തിക്കാൻ ഇത്തിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ മക്കൾക്ക്. എന്നാലും പിള്ളേർ രാത്രിയൊക്കെ കത്തിക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെയാണ് കത്തിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു തലച്ചക്രം കത്തിച്ചപ്പോൾ പൊട്ടി തെറിച്ചു കൂട്ടും സത്യം പറഞ്ഞാൽ. എല്ലാവരും പേടിച്ചു. അപ്പോൾ ഞാനും ഏട്ടനും അങ്ങോട്ടും മുഖത്തോടും നോക്കിയിരുന്നു കേട്ടോ. കാരണം പിള്ളേർ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ അങ്ങനെ പിള്ളേർക്കാണ്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അന്നാലും പിള്ളേർക്ക് മൂളി കത്തിക്കുന്നതിൻ്റെ മേശപ്പൂ കത്തിക്കുന്നതിൻ്റെ നമ്മൾ കൈയൊക്കെ പിടിച്ചിട്ട് ഒരുമിച്ച് കത്തിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഓരോന്ന് അവരെ ആഗ്രഹമല്ലേ. അപ്പോൾ അതാണ് സാധിച്ചു കൊടുത്തുട്ടാ. പിന്നെ ഇത് കത്തിച്ച് കഴിയാണ്ട് ഇപ്പോൾ ദേഷ്യം വന്നുട്ടോ. കാരണം അടുക്കളയിലത്തെ കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല. കണി വയ്ക്കണ കാര്യങ്ങളൊക്കെ ഒരുക്കണം. എല്ലാം മേടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രെയിമിൽ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും കൂട്ടി നിർത്തിയിട്ടാണ്. പക്ഷേ ഇവരൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി പോയിരുന്നു കേട്ടോ. എനിക്ക് പേടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി പോയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറേ പോസ് ചെയ്തത്. നല്ല പനിയും ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ വോയിസൊക്കെ നല്ല പോലെ മാറിയിരിക്കുകയാണ്. വിഷയം എന്താവും ദൈവത്തിന് മാത്രം അറിയാം. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. താങ്ക്